കോഴിക്കോട് നാദാപുരത്ത് DJ പാർട്ടിക്കിടെ കാലിൽ ചവിട്ടിയെന്ന് ആരോപിച്ച് 16-കാരന് ക്രൂരമർദ്ദനം. ചേലക്കാവ് ക്ഷേത്ര ഉത്സവത്തിനിടെ നടന്ന DJക്കിടെയാണ് സംഭവം. പ്രായപൂർത്തിയാകാത്ത കുട്ടി ഉൾപ്പെടെ 3 പേർക്കാണ് മർദ്ദനമേറ്റത്. 8-ാം തീയതി നടന്ന സംഭവത്തിൽ പരാതി നൽകിയിട്ടും പോലീസ് കേസെടുക്കാൻ വൈകിയെന്ന് കുടുംബം ആരോപിച്ചു. ബെൻസൺ ബാബു ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന്. ബെൻസൺ, വലിയ മർദ്ദനം, പരിക്ക് ഈ കുട്ടിക്ക് ഏറ്റിട്ടുണ്ടോ? എന്താണ് ഇത് സംബന്ധിച്ച് മനസ്സിലാകുന്നത്? പോലീസ് ഇത് സംബന്ധിച്ച് എന്താണ് പറയുന്നത്? രുചീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മാസം 8-ാം തീയതിയാണ് ഈ പറഞ്ഞ സംഭവം ഉണ്ടാകുന്നത്. കോഴിക്കോട് നാദാപുരം പുതുക്കയം കരുകുളം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് DJ പാർട്ടി അല്ലെങ്കിൽ അത്തരത്തിൽ DJ പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. ആ DJ പരിപാടിക്കിടെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഇത്തരത്തിൽ ഡാൻസ് കളിക്കുന്നതിനിടെ 16 വയസ്സുകാരനായ വിദ്യാർത്ഥി മറ്റൊരു വിദ്യാർത്ഥിയെ കാലിൽ ചവിട്ടുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതേ തുടർന്ന് അവർ തമ്മിൽ വാക്കുതർക്കമുണ്ടായി. ഇത് അവിടെ ആദ്യഘട്ടത്തിൽ അത് പറഞ്ഞ് അവസാനിപ്പിച്ചതായിരുന്നു. എന്നാൽ പിന്നീട് ഈ ചവിട്ടേറ്റ വിദ്യാർത്ഥി തന്റെ ബന്ധുക്കളെ വിളിച്ചു വരുത്തുകയും ഇവർ ചേർന്ന് ഈ 16 വയസ്സുകാരനായിട്ടുള്ള വിദ്യാർത്ഥിയെ ഉൾപ്പെടെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ പ്രദേശവാസി തന്നെയായിട്ടുള്ള ആകാശ്, വിഷ്ണു എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. ഇവർ രണ്ടുപേരും പ്രായപൂർത്തിയാകാത്ത 16 വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികളാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് അതിക്രൂരമായിട്ടാണ് മർദ്ദിക്കുന്നത്. ആ ദൃശ്യങ്ങളിലുള്ളത് ഈ പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്നതിനിടയിൽ അവരെ പിടിച്ചു മാറ്റാനെത്തിയ 23 വയസ്സുകാരൻ വിഷ്ണുവിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. മറ്റ് വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ അത് നമുക്ക് ലഭ്യമല്ല. പക്ഷേ ഈ വിദ്യാർത്ഥികൾക്ക് അതിക്രൂര മർദ്ദനം ഏറ്റിട്ടുണ്ട് എന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. തലയ്ക്കും അതോടൊപ്പം തന്നെ മുഖത്തിനും ഗുരുതര പരിക്കേറ്റവർ ആശുപത്രിയിൽ ചികിത്സ തേടി. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇവർ ഇതിനുശേഷം 8-ാം തീയതി സംഭവം ഉണ്ടായി, 9-ാം തീയതി നാദാപുരം പോലീസിൽ പരാതി നൽകി. എന്നാൽ പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. പിന്നീട് 2 ദിവസത്തോളം ഇവരുടെ പിന്നാലെ നടന്നതിന് ശേഷമാണ് പോലീസ് കേസെടുക്കാൻ തയ്യാറായത്. പക്ഷേ ഇതുവരെയും FIR ഇട്ടിട്ടില്ല എന്നും കുടുംബം പറയുന്നു. അതിന്റെ കാരണം ഈ മർദ്ദിച്ച ആളുകൾ വലിയ പിടിപാടുള്ള ആളുകളാണ് എന്നതാണ് കുടുംബം ആരോപിക്കുന്നത്. അതായത് ഈ പരാതി നൽകിയതിന് ശേഷവും ഈ വിദ്യാർത്ഥികളെ വീണ്ടും ഈ പ്രതികളായിട്ടുള്ള ആളുകൾ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടും അതും പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ മർദ്ദനമേറ്റിട്ടും കൃത്യമായിട്ടുള്ള നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ആ കുടുംബാംഗങ്ങൾ ആരോപിക്കുന്നത്. അത് മാത്രമല്ല, ഈ പരാതി നൽകിയതിനു ശേഷം വീണ്ടും വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്നു. അതിനുശേഷം വീണ്ടും ഇപ്പോഴും ഈ കഴിഞ്ഞ മണിക്കൂറുകളിലും ഈ വിദ്യാർത്ഥികളെ ഉൾപ്പെടെ വിളിച്ച് ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം, കേസ് പിൻവലിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഭീഷണിപ്പെടുത്തുന്ന അടക്കമുള്ള സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് തന്നെയാണ് കുടുംബത്തിന്റെ പരാതിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ക്ഷേത്രോത്സവങ്ങളും അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന മർദ്ദനങ്ങളും ഏറെ വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണ്. അത്തരത്തിൽ ഒരു സമയത്താണ് 16 വയസ്സ് മാത്രമുള്ള വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ മർദ്ദനമേറ്റിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാവാത്തത്. രുചീഷ്, ശരി ബെൻസൺ, എന്തായാലും 16-കാരനാണ് ക്രൂരമായി മർദ്ദനമേറ്റത്. 3 പേർക്ക് പരിക്കേറ്റു. ഇപ്പോഴും ഭീഷണി തുടരുമ്പോഴും ഈ സംഭവത്തിൽ പോലീസ് കേസെടുക്കുന്നില്ല എന്നതാണ് കുടുംബത്തിന്റെ പരാതി.